കുട്ടനാട്ടിലെ നെടുമുടി, രാമങ്കരി, തലവടി, കാവാലം ഗ്രാമപഞ്ചായത്തുകളിലും മാന്നാർ ഗ്രാമപഞ്ചായത്തിലും നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ വാർത്തയിലേക്ക്. കാവാലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സിന്ധു സിബി മണാർത്ത് കുന്നമ്മ കാവാലം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. കാവാലം ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥികൾ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. LDF 10, UDF 3, NDA 1 എന്നിങ്ങനെയാണ് കാവാലം പഞ്ചായത്തിലെ കക്ഷിനില. 9ാം വാർഡിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥി സാജൻ നെടുമ്പറമ്പ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. റിട്ടേണിംഗ് ഓഫീസർ ജെസിമോൾ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. മറ്റംഗങ്ങൾക്ക് സാജൻ നെടുമ്പറമ്പിലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. രാമങ്കരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. രാമങ്കരി ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകൾ ഉള്ളതിൽ UDF 6, LDF 4, NDA 3, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി A. ഭാമാദേവി സ്വാഗതം പറഞ്ഞു. വരണാധികാരി GR ജയൻ 4ാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ ബേബി ജോർജ് നീണ്ടിശ്ശേരിക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. പ്രയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്തിൽ ആകെ 15 വാർഡുകൾ ഉള്ളതിൽ 9 വിജയിച്ചാണ് LDF അധികാരത്തിലെത്തിയത്. UDF 6 സീറ്റുകൾ നേടി. വിജയിച്ച സ്ഥാനാർത്ഥികൾ രാവിലെ 10 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 8ാം വാർഡ് ചമ്പക്കുളം നോർത്തിൽ നിന്ന് വിജയിച്ച CPMലെ MK ചാക്കോച്ചനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണാധികാരി ജോജി P. വർഗീസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. തലവടി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അജിത് കുമാർ വിശാരദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തലവടി ഗ്രാമപഞ്ചായത്തിൽ ആകെ 16 വാർഡുകളാണുള്ളത്. UDF 7 സീറ്റുകളും LDF 6 സീറ്റുകളും NDA 3 സീറ്റുകളുമാണ് നേടിയത്. വിജയിച്ചവരിലെ മുതിർന്ന അംഗം 2ാം വാർഡിൽ നിന്നുള്ള ബാബു വലിയ വീടനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവായ ബാബു വലിയ വീടൻ ഇത് 5ാം തവണയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗമാകുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ യോഗവും നടന്നു. അധികാരമേറ്റ പുതിയ ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് തലവടി ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തകർ പായസ വിതരണം നടത്തിയത് ശ്രദ്ധേയമായി. G59 മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായ ചാക്കോ കയ്യത്തറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുതിർന്ന അംഗം മാന്നാർ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിൽ നിന്ന് വിജയിച്ച ചാക്കോ കയ്യത്രയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. റിട്ടേണിംഗ് ഓഫീസർ ജോയി മോൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ചാക്കോ കയ്യത്ര 18 പേർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.